ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂടിന് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വക്കീലിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്, ഊർമിളയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് സേതുവും പല്ലവിയും കൂടി. അപ്പം എൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, കേസ് കൊടുത്താൽ പ്രാബല്യത്തിൽ വരില്ലേ? വരും, തീർച്ചയായിട്ടും വരും. പക്ഷേ എങ്കിൽ അതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. മറ്റൊരാളുടെ പ്രേരണ കാരണം അയാളെ എന്താ പറയുക, പല്ലവി അവിടെ നിന്ന് ഒഴിവാക്കിയതാണ്, മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് വാദിക്കാം. ഒരു കുടുംബം നിലനിന്നു പോകാൻ വേണ്ടിയിട്ടാ കോടതി സാധാരണയായി ശ്രമിക്കാറുള്ളത്. അങ്ങനെ വരുമ്പോ അതിന് അടുത്ത ദിവസം ഇന്ദ്രനെ വിസ്തരിക്കുന്നുണ്ട് എന്നുകൂടി ഓർക്കണം. ആ സമയത്ത് എന്തെങ്കിലും ആനുകൂല്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നാണ് അയാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ ബുദ്ധിപൂർവം വേണം ഈ പ്രശ്നം കൈകാര്യം ചെയ്യാനായിട്ട്. അയാൾ ആ വീട്ടിൽ താമസിക്കുന്നത് എനിക്ക് ഒരു തരത്തിലും എന്താ പറയാ സഹിക്കാൻ പറ്റില്ല ഊർമിളെ. അയാളെ ഓടിക്കണം, അത് വേണ്ടത് തന്നെയാണ്. പക്ഷെ അത് എങ്ങനെ ഓടിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. സ്വയം അയാൾ ഒഴിഞ്ഞു പോകണം, മനസ്സിലാകുന്നുണ്ടോ? അതിനുള്ള വഴികൾ വേണമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആദ്യം നമ്മൾ അത് ചെയ്യണം. ഒരു കാരണവശാലും അവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് അയാൾക്ക് സ്വയം തോന്നണം. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനിപ്പോൾ എന്ത് ചെയ്യും എന്ന് വേഗം പല്ലവി ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പൊ പേടിപ്പിക്കണം എന്ന് അവിടെ നിന്നൊരാളിങ്ങനെ പറഞ്ഞു. കറക്റ്റ് എന്ന് പറഞ്ഞു, പേടിപ്പിക്കണം. അയാൾക്ക് അതിന് വലിയ വഴിയുണ്ടോ എന്ന് നോക്ക്, ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സേതു ഏറ്റു കാര്യം. ഒരു വഴി എന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. എങ്കിൽ അത് തന്നെ ഒന്ന് പ്രയോഗിച്ചു നോക്ക്. കോടതിയിൽ വിസ്താരത്തിന് വരുമ്പോ അയാൾ നോർമൽ ആയിരിക്കരുത്. പറയാനുള്ളതൊന്നും അയാൾക്ക് കൃത്യമായി പറയാൻ കഴിയരുത്. ആണെങ്കിൽ നമ്മളെ രക്ഷപ്പെട്ടു. അതിന് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം. അത് ബുദ്ധിപൂർവ്വം തന്നെ ചെയ്യണം എന്നുകൂടി ഊർമിള ചേർത്ത് കേട്ടോ. അപ്പം സേതുവും പല്ലവിയും കൂടി കുറച്ചു നേരം ആലോചിച്ചു. എന്നാ ശരി എന്ന് പറഞ്ഞ് ഇവര് അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞ് നേരെ ഒരു പള്ളിയിലേക്ക് ചെന്നതേണ്ട നേർച്ചയൊക്കെ ഇട്ട് അവര് പ്രാർത്ഥിക്കാണ് കേട്ടോ. ഇനി എല്ലാം ദൈവം കാത്തോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വിശ്വാസത്തില് എല്ലാം പറഞ്ഞിട്ടുള്ളത്. പ്ലാൻ റെഡി, ഇനിയിപ്പോ സക്സസ് ആക്കിയാൽ മതി. ആ ഇന്ദ്രനെ കൊടുക്കാനുള്ള ശ്രമത്തില് എന്റെ ഒപ്പം ഹരി ഉണ്ടായിരിക്കും. അവൻ വരാൻ നേരിട്ടിട്ടുണ്ട്. സേതുവേട്ടാ, പ്ലാൻ വിജയിക്കുവോ? പിന്നെന്താ, ധൈര്യമായിട്ടിരിക്ക. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നേ, വിജയിക്കാനാണ് സാധ്യത. നോക്കാം. ഉറപ്പ് പറയാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. അതേത് കേസിലാ അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റിയ പല്ലവി? ആ ഇന്ദ്രനാ ആള്. അതുകൊണ്ട് സകല വേലത്തരം അവന്റെ കയ്യിലുണ്ടെന്നറിയാലോ. നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നു, വിജയിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. പിന്നെ റിസൾട്ട് തരേണ്ടത് ദൈവമല്ലേ? അത് ദൈവം വിചാരിക്കുന്ന പോലെ തരട്ടെ. ഇന്ദ്രന്റെ അമ്മ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ അയാള് പുറകെ വരുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. ഇതിനൊക്കെ കാരണക്കാരിയാ പാറുവാ. നമുക്ക് കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കാമായിരുന്നു. അങ്ങനെ പറയാൻ പറ്റുമോ സേതുവേട്ടാ? ശരിക്കും നിൽക്കം കാണിച്ചത് ആരാ? എന്റെ വീട്ടുകാരല്ലേ. സത്യത്തില് അവളെ അമേരിക്കയിലേക്ക് കടത്താൻ നോക്കി. അതുകൊണ്ടല്ലേ അവളെ എടുത്തു ചാടി ഇങ്ങനൊക്കെ ചെയ്തത്. അതും ശരിയാ എന്ന് പറഞ്ഞു. അമേരിക്ക പോക്കില്ലായിരുന്നെങ്കിൽ പാറുവിന്റെയും വിശ്വന്റെയും കല്യാണം ഇപ്പൊ നടക്കുമെന്ന് സേതുവേട്ട വിശ്വസിക്കുന്നുണ്ടോ? അതും ശരിയാ. എന്ത് ചെയ്യാനാ, ആ യാത്രയെ എല്ലാത്തിനും കാരണം എന്ന് വെച്ച് അച്ഛനും അമ്മയും കുറ്റം പറയാൻ പറ്റില്ല. സ്വന്തം മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കുന്നത് പോലെ അവരും ശ്രമിച്ചുള്ളൂ. അവർക്കറിയില്ലല്ലോ പാറു ഇങ്ങനൊരു സാഹസം കാണിക്കുമെന്ന്. ചുരുക്കം പറഞ്ഞാൽ ആരും തെറ്റുകാരല്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം, അതാ കാര്യം. പക്ഷെ തല്ല് കിട്ടിയപ്പോ ആർക്ക് കിട്ടി? തനിക്ക് കിട്ടി. എന്താ, ശരിയല്ലേ? അതെ എന്ന് പറഞ്ഞു. എന്തായാലും ഒരു കാര്യം ചെയ്യാം. താനൊരു വാക്കു മുളയാ മതി. ഈ ഒരു ചെവി അറിയാതെ ആ ഇന്ദ്രനെ പൊക്കി എടുത്തോണ്ട് പോയി ഇടിച്ച് റൊട്ടിയാക്കി വല്ല എന്താ പറയാ പൊട്ടക്കിണറ്റിന് വിടാം. താൻ സമ്മതിക്കണം. ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ചെയ്താൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കൂ. നിങ്ങളിപ്പോ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ അങ്ങ് നടക്കട്ടെ. ശരി, ഇനി പല്ലവിയുടെ ഇഷ്ടം അതാണെങ്കിൽ ഇനി അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ സേതു. എല്ലാം കഴിഞ്ഞ ശേഷം എന്നോട് സംസാരിച്ചാൽ മതി. ഇപ്പൊ എങ്ങനെയാണോ ഇന്ദ്രൻ അതുപോലെ ആയിരിക്കരുത് ഇനി. ആ ഒരു ഉറപ്പ് മാത്രം മതി എനിക്ക്. നോക്കാം. ആ ഒരു ഉറപ്പ് എന്താണെങ്കിലും ഞാൻ തരും. അതിനുള്ള പദ്ധതിയാ ഞാനും ഹരിയും കൂടി ഇപ്പോ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് കേട്ടോ.
നല്ല എക്സൈറ്റ്മെന്റിലാണ്. അത് പാളുവോ എന്നുള്ളൊരു ടെൻഷനും സങ്കടവും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഋതുവിനെയാണ്. ആള് പഴയപടി തന്നെ ദേണ്ട ഉറക്കം ആദ്യം ഫുഡുമായിട്ട് വരികയാണ്. ചേച്ചി എന്ന് വിളിച്ച് എണീപ്പിക്കുക. എന്തിനാ ഇപ്പൊ ഇതിങ്ങോട്ട് കൊണ്ടുവന്നത്? എനിക്ക് വേണ്ട. എന്താണെങ്കിലും ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തത്. എഴുന്നേറ്റേ എന്ന് പറഞ്ഞ് ഋതുവിനെ പിടിച്ചെണീപ്പിച്ചിരുത്താണ്. ദാ ഈ ഫുഡ് കഴിച്ചേ, ഇത് പിടിക്ക് എന്ന് പറഞ്ഞു. എടി എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞു. എന്റെ ചേച്ചി, ഇത് മുഴുവൻ കഴിക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. എനിക്ക് വിശപ്പില്ല സ്വാതി. അതെന്താ ഇല്ലാത്തതാ? വിശക്കാതെ ഞാൻ എങ്ങനെയാ ഭക്ഷണം കഴിക്കാം? ചേച്ചി എനിക്കിഷ്ടം ആ പഴയ ചേച്ചിനെ എനിക്കിഷ്ടം. ചേച്ചി ഇങ്ങനെ ഒതുങ്ങിക്കൂടെ ഇരിക്കുന്നത് കാണാൻ ഒരു രസവുമില്ല. മനഃപൂർവ്വമല്ല, ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ല. പക്ഷെ എനിക്കിപ്പോ ഇങ്ങനെ ഇരിക്കണം എന്നാ തോന്നിയത്, അതുകൊണ്ട് ഇരുന്നു. അതിന് നിങ്ങൾക്കൊക്കെ എന്താ? ഇതൊരു വീടല്ലേ, ഇവിടെ ഒരാള് മാത്രം ഭക്ഷണം കഴിക്കാതെ മാറിയിരിക്കുന്നത് ശരിയാണോ? പറ. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടമല്ലേ പ്രധാനം. അപ്പൊ പിന്നെ എങ്ങനെയാ എന്ന് ചോദിച്ചു. ഞാനൊരു യാത്ര പോയാലോ എന്ന് വരെ ആലോചിക്കുന്നുണ്ട്. എന്നാ ഞാനും വരാം. എന്തിന്? അതിന്റെ ആവശ്യമില്ല, എനിക്ക് ഒറ്റയ്ക്കാ പോകേണ്ടത്. എനിക്ക് ഞാനും എന്റെ സ്പിരിച്വാലിറ്റിയും മാത്രം അങ്ങനെ വേണം പോകാൻ എന്നൊക്കെ പറഞ്ഞു. പല്ലവി മാത്രം എന്നെ കുറച്ചെങ്കിലും മനസ്സിലാക്കുന്നത്. എന്നിട്ടും അവര് വരെ എന്നെ കുറ്റപ്പെടുത്തി. അവരും ഡിപ്രഷൻ വേണമെന്ന് എന്നെ പറഞ്ഞു. എന്താ ശരിയല്ലേ? കാണിക്കുന്നത് മുഴുവൻ അതിന്റെ അല്ലേ? ഡിപ്രഷൻ വരാൻ ഒരു കാരണം വേണ്ടേ സ്വാതി? എന്ത് കാരണം? എനിക്ക് എന്താ പ്രശ്നം? എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുമില്ല. സത്യത്തില് എനിക്ക് ഈ ജീവിതം തന്നെ മടുത്തു. എനിക്ക് സന്യസിക്കണം എന്നാ തോന്നുന്നത്. ചേച്ചിയുടെ ഈ ചിന്ത തന്നെയാണ് പ്രശ്നം എന്ന് പറഞ്ഞു. ചേച്ചി തന്നെ പറഞ്ഞു ചേച്ചിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. പിന്നെന്താ പ്രശ്നം? നിരാശ ഉണ്ടാവേണ്ട സാഹചര്യവും ചേച്ചിക്ക് ഉണ്ടായിട്ടില്ല എന്ന്. പിന്നെ എന്തിനാ ചേച്ചി ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുന്നത്? അത് തന്നെയാണ് പ്രശ്നം. അങ്ങനെ ഇരിക്കാൻ തോന്നുന്നുണ്ട് എങ്കിൽ, ഇപ്പോഴത്തെ ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എന്തോ തകരാറുണ്ട് എന്ന് തന്നെയല്ലേ അതിനർത്ഥം എന്ന് ചോദിക്കുകയാണ്. അപ്പം ഋതു ഇങ്ങനെ മിണ്ടായിരുന്നു. സ്വയം വിചാരിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിനുള്ള മനസ്സ് അത് ചേച്ചി കാണിക്കണം. കാണിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. ചേച്ചി ഫുഡ് കഴിച്ചേ എന്ന് പറഞ്ഞു. കഴിക്ക് ചേച്ചി, കഴിച്ചിട്ടേ ഞാൻ എന്താണേലും ഇവിടുന്ന് പോവുള്ളൂ. കഴിക്ക് എന്ന് പറഞ്ഞു. അവസാനം അത് തുറന്ന് ഋതു ഫുഡ് കഴിക്കാണ് കേട്ടോ. അപ്പൊ ആ സ്വാതി അടുത്ത് ഇങ്ങനെ നോക്കിയിരിക്കുന്നു, ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ അച്ചൂനെയാണ്. അച്ചു ഓട്ടോറിക്ഷയായിട്ടൊക്കെ വന്നു. അപ്പം മിത്രേട്ടൻ ഇതെങ്ങനെ പഠിച്ചു? ലൈസൻസും കിട്ടി, എന്താ പറയാ, പഠിക്കുകയും ചെയ്തു. ആഹാ, ഞാനായിരിക്കും മാധവൻ ഐറ്റീസിലെ ഇനി ഡെലിവറി ബോയ്, മനസ്സിലായോ? എടാ ഹരി, ചേലമുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയാണ്. കൊള്ളാം. അല്ല, നീ ഇത്രയും വലിയ മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. വീടിനകത്ത് ഒതുങ്ങിക്കൂടിരുന്ന അച്ഛനെ നീ ഈ നിലയിൽ എത്തിച്ചല്ലോ. അതാണ് കഴിവെന്ന് പറയണത്. ഇതൊന്നും എന്റെ കഴിവല്ല എന്റെ മിത്രേട്ടാ. ആരോട് ചോദിക്കാതെ സ്വന്തം ഇഷ്ടത്തിനാ അച്ചു ഇതെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത്. ആരോടും ചോദിക്കാന്ന് പറയരുത്. പല്ലവി ചേച്ചിക്ക് എല്ലാം അറിയാമായിരുന്നു. അല്ല, അന്ന് രാത്രി അച്ചു ഓട്ടോ ഓടിച്ചില്ലേ? അന്ന് എന്നോട് പറഞ്ഞത് അച്ഛന് ലൈസൻസ് ഉണ്ടെന്നാണല്ലോ. അപ്പോ ഇന്ന് പറഞ്ഞു ഇന്നാ കിട്ടിയെന്ന്. ഇതിലേതാ ശരി? അതോ അന്ന് കിട്ടിയത് ലൈസൻസ് ടെസ്റ്റിന്റെ ഡേറ്റ് ആയിരുന്നു. ടെസ്റ്റ് പാസ്സാകുമെന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ അന്ന് ചെറിയൊരു നുണ പറഞ്ഞു എന്ന് മാത്രം. ഓ ശരി. ഇപ്പൊ ലൈസൻസ് ശരിക്ക് കിട്ടി. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടാണ്ടാണല്ലോ കല്യാണം കഴിച്ചത്. അത് വെറും നുണ. കല്യാണം കഴിച്ചത് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ലല്ലോ. സേതുവേട്ടനെ അനുസരിക്കണം എന്ന് ഓർത്തിട്ട് മാത്രല്ലേ? അങ്ങനൊന്നുമല്ല, ശരിക്കും ഇഷ്ടം തന്നെയായിരുന്നു. ആണോ? എന്നാ ഒന്ന് കണ്ണടച്ചേ. അതെന്തിനാ? കണ്ണടയ്ക്കോ ഹരി? അച്യുതയും മിത്രനൊക്കെ നിൽക്കുക. എന്താ ചെയ്യാൻ പോകുന്നത് അറിയുന്നതിന് മുൻപ് അഭിപ്രായം പറയല്ലേ? മര്യാദയ്ക്ക് കണ്ണടയ്ക്കോ ഹരി എന്ന് പറഞ്ഞു. അപ്പൊ ഹരി കണ്ണടച്ചു. വാ തുറക്ക എന്ന് പറഞ്ഞു. വാ തുറന്നു. വായിലേക്ക് ഒരു ലഡു അങ്ങ് വെച്ചു കൊടുക്കുക കേട്ടോ. ഇതേ ലൈസൻസ് കിട്ടിയതിന്റെ സന്തോഷത്തിലുള്ള സ്വീറ്റ്സാ. കൊള്ളാവോ? അപ്പൊ മിത്രനെ ഇങ്ങനെ ചോദിച്ചപ്പോ ഇന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് എന്ന് പറഞ്ഞു. ഇന്നോ? ഇന്ന് എനിക്കും സേതുവേട്ടനുമായിട്ടാണ് നൈറ്റ് ഡ്യൂട്ടി ഉള്ളത്. ഇന്നത്തെ പരിപാടി സൂപ്പർ ആയിരിക്കും. അതുകൊണ്ട് ഇന്ന് അവനെ ആ വീട്ടിൽ നിന്ന് ഓടിക്കണം. അവന് വേണ്ടിയിട്ട് ഇന്നത്തെ രാത്രി ഞങ്ങളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവാ. ഇന്ദ്രനാണ് ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് സേതു ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഹരിനെ. ഹരി എത്തിയിട്ടില്ല.
സേതുവേട്ടാ എന്ന് പറഞ്ഞു. നീ എവിടെ പോയി കിടക്കായിരുന്നു? അച്ചു തയ്യൽ മെഷീനുമായിട്ട് വന്നപ്പോ ഞാൻ അത് പെട്ടുപോയി. എല്ലാം ഉണ്ടെന്നില്ലേ? എല്ലാം കൊണ്ടുവന്നു, സെറ്റാ. നമ്മുടെ സ്വഭാവത്തിൽ ഇതൊന്നും അല്ല ചെയ്യേണ്ടത്, തല്ലി ഓടിക്കാ ചെയ്യേണ്ടത്. പിന്നെ പല്ലവി വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാ. സാരമില്ലെന്നേ, ഇതങ്ങനെ പോവാണെങ്കിൽ പോട്ടെ സേതുവേട്ടാ. ശരി, എന്താ നാളെ കോടതിയിൽ സംസാരിക്കാൻ പോലും അവന് പറ്റല്ല, അതുപോലെ പേടിപ്പിക്കണം. പക്ഷെ ഈ പ്രേതമെന്ന് പറഞ്ഞാൽ പേടിക്കുന്ന ആളാണോ ഇന്ദ്രൻ? എനിക്ക് തോന്നിയിട്ടില്ല. ചില സമയത്ത് എത്ര ധൈര്യമുള്ളവരും പേടിക്കും. ബാ, നമ്മൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതിലാ കാരണം. മനസ്സിലായോ? എന്താണെങ്കിലും ചെയ്തേക്കാം എന്ന് പറഞ്ഞ ഇവന്മാര് നേരെ വീടിന്റെ അവിടേക്ക് ചെന്നു. എന്നിട്ട് കുറെ പൊടിയൊക്കെ പറത്തി, എന്താ പറയാ, മഞ്ഞു പോലെ കുറെ ചുമന്ന പുകയൊക്കെ വന്ന്, എന്നിട്ട് ഈ എന്താ പറയാ, നമ്മുടെ സേതുവും ഹരിയും കൂടി രണ്ടായിട്ടൊക്കെ നിന്ന് മുഖം മൂടിയൊക്കെ വെച്ച് വെള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ഈ സമയത്ത് ഒച്ച കേട്ട് ഇന്ദ്രൻ എഴുന്നേറ്റ് നോക്കുകയാണ്. ഇന്ദ്രൻ ഇങ്ങനെ കണ്ണ് തിരുമ്പി ഇങ്ങനെ നോക്കുമ്പോൾ മിന്നി തെളിയുന്ന ലൈറ്റും ഒരു മുഖം മൂടിയൊക്കെ ഇത് കണ്ട് ഇന്ദ്രന്റെ ബോധം പോയി ദേണ്ട് കിടക്കുന്നു നിലത്ത്. അപ്പൊ ഇവന്മാര് വേഗം വന്നിട്ട്, ബോധം പോയിന്നാ തോന്നുന്നത്, ഇനി അവൻ തട്ടിപ്പോയോ? ഇല്ല, ശ്വാസമുണ്ട്. ഇവനെ പിടിച്ച് നമുക്ക് പുറത്തു കൊണ്ട് കിടത്താം. എന്നിട്ട് ഇവരെ തൂക്കിയെടുത്ത് മിറ്റത്ത് കൊണ്ടുപോയി കിടത്തുകയാണ്. അതെ, ഇനി ഇവന്റെ ചെരുപ്പ് എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞു. അത് തന്നെ ഒരു സ്ലിപ്പർ എന്ന് പറഞ്ഞു അതും കൊണ്ടുപോയി പുറത്തിട്ടു. അവിടെ എങ്ങനെ വിട്? എന്നിട്ട് ഇവര് വേഗം തന്നെ വാതിലടച്ചു. ഈ ഡ്രസ്സൊക്കെ ഊരി ഹരിയുടെ കയ്യിലേക്ക് കൊടുത്തു. നീ വേഗം ഇതും കൊണ്ട് പൊയ്ക്കോ, നീ ചവിട്ടി എണീപ്പിക്കല്ലേ. വേഗം ഹരി ഈ സാധനങ്ങളെല്ലാം പെറുക്കി കെട്ടി നേരെ ഓടുകയാണ് കേട്ടോ. അയ്യോ, അവൻ അവിടെ കിട എന്ന് പറഞ്ഞു സേതു വാതിലടച്ച് കിടന്നു. പിറ്റേ ദിവസം രാവിലെ രാജലക്ഷ്മി വാതിൽ തുറന്ന് ഇറങ്ങി വരുമ്പോഴേക്കും അതേ തട്ടുകയാണ്. ദേ കിടക്കുന്നു ഇന്ദ്രൻ. അയ്യോ ഇന്ദ്ര, നീ എന്താടാ ഇവിടെ കിടക്കുന്ന മോനെ? എന്ത് പറ്റിയടാ? വിശ്വ ഓടി വാടാ എന്ന് പറഞ്ഞു. വിശ്വനും പാറുവും ഒക്കെ ഓടി വന്നു. അപ്പൊ എന്താ ഏട്ടാ എന്ന് ചോദിച്ച് വലിച്ചു പൊക്കുവാ. എന്താടാ എടാ, എന്താടാ പറ്റിയത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ സേതുവും പല്ലവിയും മാഷും ശോഭയും എല്ലാവരും തന്നെ എത്തി കേട്ടോ. എന്താ ചേട്ടാ എന്ന് ചോദിച്ചിട്ട്, ഒരു കുഴപ്പമില്ലാത്ത പോലെയല്ല, ഇങ്ങനെ എന്താ സുഖം, ഇങ്ങനെ നിൽക്കുകയാണ് ഒരു സ്റ്റക്കായിട്ട്. ഏറ്റുന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞു സേതു. എന്ത് പറ്റി ഇന്ദ്രജിത്തേ എന്ന് ചോദിച്ചു സേതു. ഇന്നലെ വെള്ളിയാഴ്ച ആയതുകൊണ്ടേ എന്തെങ്കിലും കണ്ട് മിക്കാറും മേടിച്ചതായിരിക്കും. അപ്പം സേതു, അയ്യേ എടാ മോനെ, നീ ഇപ്പോ ഈ പറഞ്ഞതാണോടാ? നീ എന്തെങ്കിലും പേടിച്ചോ? എന്തെങ്കിലും ഒന്നും മിണ്ടടാ. ചേട്ടാ എന്തെങ്കിലും പറ, ചേട്ടൻ ഇങ്ങനെ ഇവിടെ വന്നത് എന്ന് ചോദിച്ചു. ഈശ്വരോ, എന്റെ കുഞ്ഞിന് എന്താ പറ്റിയത്? പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. എന്തിന്? ആവശ്യമുള്ളവർ വേണേ പോയി എടുത്തോണ്ട് വന്നാൽ മതി, എനിക്ക് ഞാൻ വയ്യ എന്ന് പറഞ്ഞു നമ്മുടെ പല്ലവി. എടി ദുഷ്ടേ, ചേട്ടൻ വന്നേ എന്ന് പറഞ്ഞു. അപ്പൊ സേതു വേഗം പോയി കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് വരികയാണ്. എടാ എന്താടാ മോനെ നിനക്ക് പറ്റിയത്? ആരാ നിങ്ങൾ എവിടുന്ന് വന്നാ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ നേരെ കൊണ്ടുവന്നു. എന്നിട്ട് ഇന്ദ്രന് വെള്ളം കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. വെള്ളം ഇങ്ങനെ നോക്കി, കൊള്ളാം, നല്ല കോഫി എന്ന് പറഞ്ഞ ആ വെള്ളം കൂട്ടി കുടിച്ചു. ഈ എന്താണെങ്കിലും ഒന്നെങ്കിൽ ഇന്ദ്രന്റെ നല്ല സൂപ്പർ അഭിനയമാണ്. ആന്റിക്കറിയോ, നീലാസ്ട്രോങ്ങിന് ശേഷം ചന്ദ്രനിൽ പോയത് ഈ ഞാനാ എന്ന് പറഞ്ഞു. ചന്ദ്രനോ? എന്ന് ചോദിച്ചു. സത്യം, ഇന്ത്യൻ ഭരണഘടന എഴുതിയത് ആരാന്ന് വിചാരിച്ചിരിക്കുന്നത്? അതും ഈ ഞാൻ തന്നെയാ. ഇവൻ എന്തൊക്കെയാ എന്റെ ഈശ്വരാ പറയുന്നത് എന്നോർത്ത് രാജലക്ഷ്മി നെഞ്ചത്തടിച്ച് വിളിക്കുകയാണ് കേട്ടോ. ഇവർക്കാർക്കും ഒന്നും മനസ്സിലായില്ല. അപ്പൊ നോക്കി നിന്നിട്ട്, അതെ എന്തായാലും ഇങ്ങനെ നിൽക്കുന്നത്? ക്യൂ ആയിട്ട് നിൽക്ക്, ബസ് ഇപ്പൊ വരും. എങ്ങോട്ട് പോവാൻ? അന്റാർട്ടിക്കയിലേക്ക് പോവാൻ. അന്റാർട്ടിക്കയിലേക്കോ? അയ്യോ, ഇതെന്തോ ബാധയാണെന്നോ തോന്നുന്നത്. അതെ, ഒരു കാര്യം പറയട്ടെ, അന്റാർട്ടിക്കയില് എന്റെ കൂട്ടുകാരൻ ഒരു ചായക്കട നടത്തുന്നുണ്ട്. അവിടെ പോയി 3-4 ബർഗർ കഴിക്കണം. എന്തിന്? എനിക്ക് ബർഗർ വേണം. നിങ്ങൾക്ക് 2 പഴംപൊരി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും വേണോ? പറഞ്ഞു വേഗം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇതെന്താ സംഭവം? നിനക്ക് എന്താടാ പറ്റിയത്? എന്തു പറ്റാൻ? ദേ നല്ല മനോഹരമായ പുഷ്പച്ചെടി നോക്കിക്കോളൂ, കണ്ടോ? നല്ല മനോഹരമായ പുഷ്പച്ചെടി. അപ്പൊ ഇന്ദ്ര ശരിക്കും അഭിനയിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അതെ, നല്ല കണ്ണാടി വെച്ചോണ്ടിരിക്കുന്നത് എന്തിനാ? ദേ ഇപ്പൊ എങ്ങനെയുണ്ട് എന്നെ കാണാൻ എന്ന് ചോദിച്ചു. മാഷിന്റെ കണ്ണാടിയൊക്കെ എടുത്ത് കണ്ണിലൊക്കെ വെച്ചു. മാഷ്, ഇവൻ എന്താ പറ്റിയത്? ആന്റി തെക്കോട്ട് പോയ പാകിസ്ഥാൻ, വടക്കോട്ട് പോയത് ചൈന. അപ്പോ ഞാനിനി എങ്ങോട്ട് പോകും? അതാണ് എന്റെ ടെൻഷൻ. പോളി, എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ് മാഷ്.
കേട്ടില്ലേ രാജലക്ഷ്മി പറഞ്ഞത്? ബാധ കയറിയെന്ന്. മനുഷ്യന്മാരെയല്ലേ ഇവന് ദ്രോഹിക്കാൻ പറ്റുള്ളൂ, ബാധയെ ഇപ്പൊ ദ്രോഹിക്കാൻ പറ്റില്ലല്ലോ മാഷേ എന്ന് പറഞ്ഞു ശോഭ. ഇവനെന്തേ പറയുന്നത്? അപ്പൊ വേഗം തന്നെ ഇങ്ങോട്ട് വാ, നമുക്ക് അന്റാർട്ടിക്കയിൽ പോവാം എന്ന് പറഞ്ഞ ശോഭയിട്ട് പിടിക്കുക. നീ ഒന്ന് പോടാ അവിടുന്ന് എന്ന് പറഞ്ഞു. നിന്നോട് ഞാൻ തൊഴിലുറപ്പിന് പോകാൻ പറഞ്ഞിട്ട് നിന്നോട് കേട്ടില്ല. ഇവന്റെ കൂടെ കൂടെ ഞാൻ നാശമായി പോയി. ഉഴപ്പി നടക്കും അവള്. അപ്പൊ നമ്മുടെ വിശ്വത്തിനോട് ചോദിക്കാണ്, എന്താ വിശ്വ ഈ ഏട്ടന് പറ്റിയത്? എനിക്ക് കണ്ടിട്ട് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഇത് വലിയൊരു അഭിനയമാണെന്നാ തോന്നുന്നത്. അങ്ങനെ ബാധ കയറുന്ന കൂട്ടത്തിൽപ്പെട്ട ആളൊന്നും അല്ല ഈ ഇന്ദ്രജിത്ത്. എന്തൊക്കെയാ പറയുന്നത്? എന്താ ക്ലീൻ ചെയ്യാത്തത് എന്ന് ചോദിച്ചു. ക്ലീൻ ചെയ്യാത്തത്? അയ്യോ സ്വാമിജി എന്നെ അനുഗ്രഹിക്കണം എന്ന് സേതുവിനോട്. അമ്മയൊന്ന് പറയൂ സ്വാമിജിയോട് എന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ. അപ്പൊ ഇന്ദ്രൻ ശരിക്കും പറഞ്ഞാല് ഭയങ്കര ശോഭയ്ക്കാണ് കേട്ടോ. ഒന്ന് പറഞ്ഞാൽ ഭയങ്കര ശോഭ. അതെ, ഒരാളും ഒരു കാര്യം പറഞ്ഞാൽ കേക്കില്ല. എന്തൊരു കാര്യം നോക്കണേ, എന്തോന്നാ വിശ്വ ഇത്? എന്താ ഇവന് പറ്റിയത് എന്ന് ചോദിച്ചു. സത്യാഗ്രഹം ഇരുന്നിട്ടേ കാര്യമുള്ളൂ, സത്യാഗ്രഹം തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞ് വാതിക്കെ പോയി കുത്തിയിരിക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇത് കണ്ട് നമ്മുടെ സേതുവിനും പല്ലവിക്കും കുറച്ചൊക്കെ ഒരു ആശ്വാസം തോന്നി. പക്ഷേയെങ്കിൽ നമ്മുടെ ഇന്ദ്രൻ ആള് ജഗജാല കില്ലാടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ പല്ലവിക്കും സേതുവിനോട്ടുള്ള 8ന്റെ പണി തന്നെയാണ് കേട്ടോ അത്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു.